ഞങ്ങളുടെ ഈ വിവാഹ വാർഷികത്തിൽ എത്തിച്ചേർന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ സ്നേഹവും സന്തോഷവും നന്ദി അറിയിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെ അനുവാദത്തോടുകൂടി ഞങ്ങൾ ഈ കേക്ക് കെട്ടിയാണ്. പിടിച്ചോ അങ്കിളേ, ഞാൻ ലേറ്റ് ആയോ? ജിബി മോളാ മോളെത്തി. ഹസ്ബിൻ എന്താ ഇവിടെ? നമുക്ക് പരിചയമുണ്ട്. അതിനിടയ്ക്ക് പരിചയപ്പെട്ടല്ലേ? മോള് വന്ന കറക്റ്റ് സമയം. ഞങ്ങളിത് കട്ട് ചെയ്യാൻ പോവായിരുന്നു. എന്നാ കട്ട് ചെയ്യാം. ഹാപ്പി ആനിവേഴ്സറി. ഓക്കെ ഓക്കെ, താങ്ക് യു. ഞാൻ നിങ്ങൾക്ക് രണ്ടൊക്കെ തന്നില്ലേ? മുത്തിന് തന്നില്ലല്ലോ. ഹാപ്പി ആനിവേഴ്സറി. എല്ലാവരും കൂടെ കട്ട് ചെയ്തു. കട്ട് ചെയ്ത് കൊടുക്ക്. സാർ, അവിടെ രണ്ടും എന്താ മോളെന്താ ലൂണ് കെട്ടി തൂക്കിയിരുന്നെങ്കിൽ രസമല്ലേ? അതെ അതെ അതെ. അല്ല, അടുത്ത ആനിവേഴ്സറിക്ക് രണ്ടെണ്ണം ചെയ്യാം. കെട്ടിപ്പൊട്ടിച്ച് തരാമേ. അപ്പോൾ ഞങ്ങളുടെ ഈ സന്തോഷത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും ഞങ്ങളുടെ രണ്ടുപേരുടെയും ടോമിൻ്റെയും പ്രത്യേക സ്നേഹവും നന്ദി അറിയിക്കുന്നു. ഓക്കെ സാർ, ഞങ്ങളിപ്പോൾ തന്നെ ഇറങ്ങും. ഓഫീസിൽ മീറ്റിംഗ് ഉണ്ടായിരുന്നു. അയ്യോ, അത് പറ്റില്ല. ഭക്ഷണമൊക്കെ ഉണ്ട്, അതൊക്കെ കഴിച്ചിട്ടേ പോകാവൂ. വിശന്നിട്ട് കുടല ആർക്കാണ്ടൊക്കെ വിളിക്കുന്നത് സാർ, നമുക്ക് കഴിച്ചിട്ട് പോകാം. അതെ അതെ, അത് മതി. ഇത്ര കഷ്ടപ്പെട്ടുണ്ടാക്കിയിട്ട് ആരും കഴിക്കാണ്ട് പോണ എങ്ങനെയാ? കഴിച്ചിട്ട് പോയാൽ മതി. കഴിച്ചിട്ട് പോവാം. ഓക്കെ, എല്ലാരും ആദ്യം കേക്ക് എടുക്കും. പക്ഷെ എന്നാലും ഇത്ര പെട്ടെന്ന് ഇറങ്ങണ്ടായിരുന്നു കേട്ടോ. വൈകുന്നേരത്തെ ചായ കുടിയൊക്കെ കഴിഞ്ഞ് പോയാൽ മതി. മീറ്റിംഗ് ഉണ്ടായിരുന്നു. ആണോ? ശരി സാർ, അപ്പോൾ ശരി ശരി. ഇറങ്ങട്ടെ. എന്തായാലും എല്ലാവരും വന്നതിലും പങ്കെടുത്തതിലും കേക്ക് കെട്ടിയാനൊക്കെ കൂടിയാലും വളരെ സന്തോഷം കേട്ടോ. ഇടയ്ക്കൊക്കെ ഇറങ്ങണം ഇതുപോലെ. സാറ് വെച്ചാൽ ഞങ്ങൾക്ക് വരാതിരിക്കാൻ പറ്റും. വണ്ടിയെ പറ്റി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വീട്ടിൽ ചോദിക്കണം. ഓക്കെ സാറ് സമയത്ത് മരുന്നേ കഴിയണം കേട്ടോ. അടുത്ത വർഷം ഈ പ്രശ്നങ്ങളൊക്കെ മാറി നല്ലൊരു വിവാഹ വാർഷികം ആഘോഷിക്കാൻ പറ്റട്ടെ. പ്രശ്നങ്ങളോ? ഞങ്ങൾക്കിടയിൽ ഇടയ്ക്ക് ഇങ്ങനെ ഓരോ പ്രശ്നങ്ങളൊക്കെ ഓഫീസിൽ. ഉണ്ടാവാറുണ്ട്. അത് ഈ അടുത്തൊന്നും തീരാൻ പോകുന്ന പ്രശ്നമല്ലല്ലോ. അമ്മേ, എല്ലാരും കൊടുത്തില്ലേ? എല്ലാവർക്കും പിരിഞ്ഞു പോകുന്നതിന്റെ വിഷമമായിരിക്കും അല്ലേ? അതെ. ശരി, അപ്പോൾ ഇറങ്ങട്ടെ. ശരി ശരി ശരി. ഹസ്ബിനെ കാണാം. ഓക്കെ മമ്മി. പോകല്ലേ. നിങ്ങൾക്ക് ശരിക്കും വയ്ക്കുമോ? ടോമേ, അതെന്തോ? പുള്ളിക്കാരൻ ജിബിയെ വേറെന്തോ പേരാണല്ലോ വിളിച്ചത്. എന്തോ ഹസ്കീനെന്നോ അങ്ങനെ എന്തോ.